ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നമ്മളിന്ന് സോപ്പാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ രണ്ട് രീതിയിലുള്ള സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് നീമും അലോവേരയും ചേർന്ന ഒരു സോപ്പാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം അലോവേരയും നീമും ചേർന്ന സോപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കതിൻ്റെ ഇല എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നീം അതായത് നമ്മുടെ വേപ്പില ഒരു ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ബാക്ടീരിയലാണ്. അതുകൊണ്ട് നമുക്ക് സ്കിന്നിനൊക്കെ സ്കിൻ ഡിസീസിനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് നമ്മുടെ വേപ്പ്. നമുക്കതുപോലെ അലോവേര ജെല്ലും ഒരുപാട് നല്ലതാണ് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിനും നല്ല മോയ്സ്ചറായിട്ടിരിക്കുന്നതിനൊക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ അലോവേര. ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതെടുക്കാവുന്നതാണ്. നമ്മൾ അല്ലാതെ അലോവേര ജെല്ല് ചേർക്കുകയാണെങ്കിൽ നമ്മൾ നീം അരച്ച് അതിൻ്റെ നീരെടുത്തതിന് ശേഷം അതിലേക്ക് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒട്ടും തരിയൊന്നും ഇല്ലാതെ വേണം ഒന്ന് അരിച്ചെടുക്കാൻ. അപ്പോൾ ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ നല്ല ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൊട്ടും ഇങ്ങനെ ഹോൾസ് ഒന്നുമില്ല, കണ്ണിയൊക്കെ നല്ല അടുത്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഒന്ന് അരിച്ചെടുത്താലും മതി. ഇതിലേക്ക് രണ്ടോ മൂന്നോ നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്ലിസറിൻ സ്കിന്നിന് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നതിനും മോയ്സ്ചറായിട്ടിരിക്കുന്നതിനൊക്കെ വളരെ സഹായിക്കുന്നതാണ്. സ്കിൻ ഡ്രൈ ആവാതെ സൂക്ഷിക്കാൻ പറ്റിയതാണ് ഗ്ലിസറിൻ. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി സോപ്പ് ബേസാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാനിപ്പോൾ ഇത് 500 ഗ്രാമാണ് ഇത് എടുത്തിരിക്കുന്നത്. നമ്മൾ 2 രീതിയിലുള്ള സോപ്പ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്കതിൻ്റെ പകുതി നമുക്കിപ്പം എടുക്കാം. ഇനി പകുതി നമുക്ക് വേറെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം 2ആയിട്ട് ഞാൻ കട്ട് ചെയ്തു. അതിൽ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ചെറിയ പീസുകളാക്കി ഒന്ന് എടുക്കണം. എന്നിട്ട് നമ്മളിത് ഡബിൾ ബോയിലിംഗ് ചെയ്ത് ആണ് ഇത് മെൽറ്റാക്കി എടുക്കേണ്ടത്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ സോപ്പ് ബേസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വേറൊരു പാത്രം ഇറക്കി വെച്ച് അതിലേക്ക് സോപ്പ് ബേസ് ഇട്ട് നമുക്കത് മെൽറ്റാക്കി എടുക്കാം. ഞാനിതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതുപോലെ നല്ല ട്രാൻസ്പെറൻറ്റുമാണ്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഒരു വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാനും കൊടുക്കാം. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് കെമിക്കൽ ഫ്രീ ആണ് എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ തയ്യാറാക്കുന്നുണ്ട് വളരെ ഒരു സന്തോഷവും കൂടിയാണ്. നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ സോപ്പ് ഉണ്ടാക്കാം, സോപ്പ് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇറക്കി വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഒന്ന് മെൽറ്റായി വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്കൊന്ന് മെൽറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. വെള്ളമൊന്നും ഇതിൽ വീഴാതെ ശ്രദ്ധിച്ചാൽ മതി. സോപ്പ് ഉണ്ടാക്കുന്നത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും അറിയാത്ത കുറേ ആളുകളുണ്ടായിരിക്കും. അവർക്ക് വേണ്ടി കൂടെയാണ്. വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു വരുമാന മാർഗവും കൂടെയാണ് ഇതേ രീതിയിൽ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ. ഒട്ടും കെമിക്കൽ ഒന്നും ചേർക്കാതെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് അത് എല്ലാവർക്കും കൊടുക്കാം. അതുപോലെ നമുക്ക് അവരോട് ഇതുപോലെ കെമിക്കലൊന്നുമില്ലാത്ത സോപ്പാണെന്ന് പറയുകയും ചെയ്യാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന നീമിൻ്റെയും അലോവേരയുടെയൊക്കെ നീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് സോപ്പിനൊരു മണം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എസൻഷ്യൽ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടമുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ ഒരു 10 ഡ്രോപ്പെങ്കിലും ഒഴിച്ചു കൊടുക്കണം. അത് അത്രയും നല്ല മണം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ അത്രയും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഒരു സോപ്പ് മോൾഡ് വരുന്നുണ്ട്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നല്ല ഫ്ലെക്സിബിൾ ആണ്, സിലിക്കോണിൻ്റെ ആണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം ഞാൻ 2 മോൾഡിൽ മാത്രമേ ഒഴിച്ചുള്ളൂ. ബാക്കി ഞാനൊരു ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് സെറ്റാക്കി നോക്കാം ഇത് റെഡിയായി വരുന്നുണ്ടോ എന്ന്. ബാക്കിയുള്ളത് ഞാൻ വേറെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിനി സെറ്റ് ആവാനായിട്ട് 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു സോപ്പ് ഉണ്ടാക്കാം. നമ്മൾ രാമച്ചവും മഞ്ഞളും ചേർന്ന സോപ്പാണ് നമ്മൾ ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് രാമച്ചത്തിൻ്റെ വേരെടുത്തിട്ട് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. രാമച്ചം എല്ലാവർക്കും അറിയാവുന്നതാണ്, ശരീരത്തിന് നല്ല കുളിർമ നൽകുന്നതാണ് രാമച്ചം. അതിൻ്റെ മണം തന്നെ വളരെ നല്ലതാണ്. നമ്മുടെ വിയർപ്പിൻ്റെ ദുർഗന്ധമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറുന്നതിനൊക്കെ രാമച്ചത്തിൻ്റെ സോപ്പ് കൊണ്ട് കുളിക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ ചർമ്മം എപ്പോഴും ശുദ്ധമായി നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. പ്രകൃതിദത്തമായ മനോഹരമായ സുഗന്ധമാണ് രാമച്ചത്തിനുള്ളത്. അതുപോലെ നമുക്ക് നല്ല മനസ്സിനും നല്ലൊരു കുളിർമ നൽകുന്ന ഒരു മണമാണ് രാമച്ചത്തിൻ്റേത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഞാനിതിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാക്കിയുള്ളത് നമുക്ക് കളയേണ്ട, ഒരു തുണിയിൽ കെട്ടിയിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ നല്ല ആ വെള്ളം കുടിക്കുമ്പോഴും ശരീരവും മനസ്സും ഒക്കെ തണുക്കാൻ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഞാനിപ്പം ഒരു മസാല ഇടിക്കുന്ന ഇടികല്ലിലേക്ക് ഇട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഭസ്മം പോലെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നമുക്കിനി സോപ്പ് ബേസ് ആണ് വേണ്ടത്. ഈ സോപ്പ് ബേസ് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് ചെയ്ത് ആണ് എടുക്കുന്നത്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഡബിൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത രാമച്ചത്തിൻ്റെ മിക്സിലേക്ക്, രാമച്ചത്തിൻ്റെ പൊടിയിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. രാമച്ചവും കസ്തൂരി മഞ്ഞളും ആണ് ഏറ്റവും നല്ലത്. ഈ കസ്തൂരി മഞ്ഞൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സാധാരണ എടുക്കുന്ന മഞ്ഞൾ തന്നെ എടുക്കാം. അത് വീട്ടിൽ നമ്മൾ പൊടിച്ചെടുത്ത മഞ്ഞൾ തന്നെയാണ്. അത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം. ഗ്ലിസറിൻ ശരീരത്തിന് വളരെ നല്ലതാണ്. മഞ്ഞളും അതുപോലെ വളരെ നല്ലതാണ്. ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകുന്ന ഒന്നാണ് മഞ്ഞൾ. അതുപോലെ അധികമായിട്ടുള്ള എണ്ണമയമൊക്കെ ശരീരത്തുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുന്നതിന് വളരെ നല്ലതാണ്. ചർമ്മം എപ്പോഴും മൃദുവായി നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പം നമുക്കിതിലേക്ക് 2 വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിലിന് പകരം നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം, ബദാം ഓയിൽ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സാൻഡലിൻ്റെ എസൻഷ്യൽ ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. നല്ല മണമാണ്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ രാമച്ചത്തിൻ്റെയും സാൻഡലിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ആ സോപ്പ് ബേസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി മഞ്ഞളും രാമച്ചവും ചേർന്ന മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് മഞ്ഞളിൻ്റെ കളറൊന്ന് ഡാർക്കായി വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ഒന്ന് സെറ്റായി വരാൻ തുടങ്ങുന്നതാണ്. ഇതിന് മുകളിൽ ബബിൾസ് പോലെ വന്നിട്ടുണ്ട്. നമുക്ക് അതങ്ങ് മാറ്റി എടുക്കാം, കളയാം. ഇത് സെറ്റായി വരുമ്പോൾ അല്ലെങ്കിൽ അതൊരു ഷെയ്ഡ് പോലെ ഇരിക്കും. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്കതങ്ങ് മാറ്റി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതങ്ങ് ഇങ്ങനെ എടുത്ത് കളയുന്നുണ്ട്. ഇനി ഇതിങ്ങനെ അനക്കാതെ നമുക്ക് ഒരു 4 മണിക്കൂർ എങ്കിലും കുറഞ്ഞത് വെച്ചേക്കാം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കിയാൽ മതി. ഇത് അനക്കാതെ തന്നെ ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മതി. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 4 മണിക്കൂറല്ല, ഞാനിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് സിലിക്കോണിൻ്റെ മോൾഡ് ആയതുകൊണ്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ ഒട്ടും പാടൊന്നുമില്ല. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഇത് ഇളകി വരും. ഇപ്പോൾ തന്നെ എത്ര നല്ല മനോഹരമായിട്ടുള്ള കളറും നല്ല ഷൈനിങ് ഉണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ നല്ല മണവുമാണ്. നമുക്ക് ഈ സോപ്പ് ഇവിടെ ഇങ്ങനെ സെറ്റാവാൻ വെച്ചിരിക്കുമ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത്. നല്ല ഒരു എന്താ പറയണ്ട, മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ സോപ്പ്, ഒട്ടും കെമിക്കൽ ചേർക്കാതെ ഉണ്ടാക്കിയതാണ് ഏറ്റവും നല്ലത്. കെമിക്കൽ ഒട്ടുമില്ലാതെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ എത്ര നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒട്ടും പാടൊന്നുമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ വിശ്വസിച്ച് എല്ലാവർക്കും കൊടുക്കാം. ഇപ്പം ഞാനിത് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരുപാട് ആളുകൾ ഇത് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത്രയും നല്ല ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. യാതൊരു കെമിക്കലും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായി നമ്മൾ തന്നെ ഉണ്ടാക്കിയ സോപ്പ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇതുപോലെ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് ഒരു ചെറിയൊരു വരുമാനവും കൂടെ ആവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി, ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കൂ. ഒരു ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.